ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിത്ത പോലെ. ഫ്ലാഷ് ബാക്ക്. പക്ഷെ എനിക്ക് ബേസിക്കലി മഹിമ ഉണ്ണിമുകുന്ദൻ കോമ്പാണ് കൂടുതൽ ഇഷ്ടം. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഷാജി ഏട്ടാ, ഇവിടെ ഒരു മഹി അല്ല ഉണ്ണിമുകുന്ദൻ. നീ അധികം അഭ്യാസം എടുക്കല്ലേ? അങ്കിൾ തെറ്റിദ്ധരിക്കരുത്. താഴേക്കിടയിലുള്ളവരോട് പെരുമാറാൻ അങ്കിൾ പഠിച്ചിട്ടില്ല. ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി. ഞാൻ വന്നപ്പോ മുതലെല്ലാ ചെന്നായ്കൾ എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം. ഇന്ത്യക്ക് ഇളി ഞാൻ മാറ്റി തരാടാ. മോഹൻ, നിങ്ങളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ്. അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിത്തീരുമെന്ന് കാലം തന്നെ തീരുമാനിക്കട്ടെ. 6 months later. അങ്ങനെ കാത്തിരുന്ന് മാർക്കോ 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. നീ പകപോക്കാണല്ലേടാ. അതായത് 16 ദിവസം കൊണ്ട് 100 കോടി കളക്ഷനിലേക്ക് ഒരു മലയാള ചിത്രം എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്. അത് റെക്കോർഡ് നേട്ടമാണ്, ഒരു ചരിത്രമാണ്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും, അതൊരു നടനാണ്. സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ എന്നുള്ള ടാഗ് ലൈൻ തന്നെയാണ് മാർക്കോ എന്ന ചിത്രത്തിന് ശേഷം ഇതൊരു സാമ്പിൾ വെടിക്കട്ട. The next day. എൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, മദ്രാസുകാരൻ തമിഴ് പടം. ഒന്ന് കാണണോട്ടെ. തമിഴ് പടം എപ്പോ സംഭവിച്ചത്? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പടം കണ്ട് തീരുമാനിക്കാം, അല്ലാണ്ട് ഓരോ ചിലവന്മാർ കാണിക്കാൻ നിങ്ങൾ വിലയിരുത്തരുത്, അത്രേ പറയാനുള്ളൂ. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ഒരുപാട് പറയണില്ല, പറഞ്ഞത് ചിലപ്പോ കണ്ണൊക്കെ അറിഞ്ഞോളൂ. അങ്ങനത്തെ സീനിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കയറാൻ നിനക്ക് അറിയാതെ ഇതുപോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? മദ്രാസുകാരൻ ശങ്കരനുണ്ണി, ഞാൻ സാറിന്റെ ആളാ. എനിക്കൊരു തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം, മാപ്പ്. ഉണ്ണിച്ചേട്ടനും അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.